അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച 202 പേരെ തിരിച്ചറിഞ്ഞു. 290 പേരാണ് ദുരന്തത്തിൽ ആകെ മരിച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, 202 പേരെന്ന് പറയുമ്പോൾ ഇനി 88 പേരെ തിരിച്ചറിയാൻ ബാക്കിയുണ്ട്. ഇവർ ആരാണ്, എന്താണ് എന്നൊക്കെയുള്ള വിവരങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണകളുണ്ടോ? കാരണം പലരെയും കാണാതെ ആയിട്ടുണ്ട് എന്ന വാർത്ത കുടുംബാംഗങ്ങളൊക്കെ അവിടെ നിന്നും നേരത്തെ പരാതിയെ നൽകിയതുമാണ്. രാവിലെ ജോലിക്ക് പോയ പലരും തിരികെ വന്നില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ അവരുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ളവരെ തിരിച്ചറിയുക അത് ശ്രമകരമാണോ? ഈ DNA ടെസ്റ്റൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടോ അവിടെ? പ്രജിൻ, ചില മൃതദേഹങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നതിൽ പോലും തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ആ തരത്തിൽ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ അവസ്ഥയിലും ചിലതൊക്കെ ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 202 പേരുടെ മൃതദേഹം ഇതുവരെ DNA പരിശോധന നടത്തി തിരിച്ചറിഞ്ഞു. DNAകൾ തമ്മിൽ മാച്ചായി എന്നതാണ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആഭ്യന്തരമന്ത്രി ഹർഷ് സാങ്വിയാണ് ഈ വിവരം പുറത്തേക്ക് തരികയും ചെയ്യുന്നത്. 160-ലേറെ പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ചിലരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയും. നാളെ വൈകിട്ടോടെ തന്നെ ഈ കാര്യത്തിൽ ഒരു പൂർണ്ണ ചിത്രം എല്ലാ ഫലങ്ങളും വരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ഇതുവരെ 254 സാമ്പിളുകൾ മാത്രമേ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളൂ എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എല്ലാ മൃതദേഹങ്ങളുടെയും പരിശോധനാ ഫലം നാളെ തന്നെ വരുമോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. മാത്രമല്ല, വിദേശ പൗരന്മാർ ചിലരുടെയൊക്കെ സാമ്പിളുകൾ ഇന്നലെയും ഇന്നുമായൊക്കെയാണ് ശേഖരിക്കുന്നത്. അതിൻ്റെ ഫലം വരാനും കുറച്ച് സമയമെടുക്കും എന്നതുകൂടിയുണ്ട്. മാത്രമല്ല, ചിലരെ കാണാതായ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അതിൽ കൂടി ഒരു വ്യക്തത വരണമെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ, DNA പരിശോധന ഫലങ്ങളൊക്കെ പൂർണ്ണ അർത്ഥത്തിൽ പൂർത്തിയാവുകയും വേണം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബുകളിലാണ് ഏതാണ്ട് 22ഓളം വിദഗ്ധർ ഈ പരിശോധനകൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേഗത്തിൽ പരിശോധന പൂർത്തിയാക്കാനുള്ള ശ്രമം ഏതായാലും ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുമുണ്ട്. അതേസമയം ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന യുവാവ് ഇന്ന് ആശുപത്രി വിട്ടിരുന്നു. അദ്ദേഹം സ്വദേശത്തേക്ക് പോവുകയും സഹോദരൻ്റെ സംസ്കാര ചടങ്ങിലടക്കം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ വിശദാംശങ്ങൾ നൽകിയത്.